ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഷീഗ്ലാം എന്നൊരു കമ്പനിയുടെ ബ്ലഷും പിന്നെ അതിൻ്റെ ഒരു കോൺടോർ ഒരു റിവ്യൂ ആണ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കൊരു ഷോപ്പിംഗ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മേടിച്ച 2 പ്രൊഡക്റ്റിൻ്റെയാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി ഷീഗ്ലാം എന്നുള്ള കമ്പനി എന്ന് വെച്ചാൽ ഒരു പുറത്തെ കമ്പനിയാണ്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നൈക്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ സെയിൽ. അതുകൊണ്ട് ഞാൻ ഇത് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മേടിച്ചത് ഒരു ബ്ലഷും ഒരു ബ്രോൺസറുമാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ നല്ല പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെ പിങ്കും ഒരു ചെറിയൊരു ന്യൂഡ് ബ്രൗൺ പാക്കേജിങ്ങിനകത്ത് ഇങ്ങനെ ഇരിക്കും. എനിക്ക് എൻ്റെ പാക്കേജ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തു. എനിക്ക് ഒത്തിരി ബ്ലഷ് ഉണ്ട്, പക്ഷെ എന്നാലും എൻ്റെ പാക്കേജ് കണ്ടപ്പോൾ അങ്ങ് എടുത്തു. അപ്പോൾ ഞാനിത് മുഖത്ത് ഞാൻ അത്ര ബ്ലഷും ഒന്നും ഇട്ടിട്ടില്ല, ബ്രോൺസറൊന്നും. ഞാൻ ഇട്ട് കാണിക്കാം ഇതെങ്ങനത്തെ ഷെയ്ഡാണെന്നൊക്കെ. ഇതെന്ന് പറയുമ്പം റോസ് റിച്വൽ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ഇതിൽ കുറച്ചൊരു പീച്ചി ഷെയ്ഡാണ്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വന്നിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ ആപ്ലിക്കേറ്റർ. ഞാൻ അത്യാവശ്യം കുറേ പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിനകത്ത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോപ്പർ കാണാൻ പറ്റും അകത്ത്. യൂഷ്വലി ചെയ്യുന്ന വെച്ചാൽ ചീക്സിൻ്റെ ഇവിടെ 2 ചെറിയ ഡോട്ട് അപ്ലൈ ചെയ്യും, പുറത്തും അതുപോലെ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചും ബ്ലെൻഡ് ചെയ്യാം. ഞാൻ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത് ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാനാണ്. ഇതൊന്ന് മാൾസിൻ്റെ F02 എന്നുള്ള ബ്ലഷാണ്. ഇത് നൈക്കിലുണ്ട് ഇതിൻ്റെ സെറ്റ്. ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഡ്രാഗ് ചെയ്യൽ ഇങ്ങനത്തെ ഒരു മോഷനിൽ ചെയ്യാവുള്ളൂ എപ്പോഴും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അങ്ങ് അവിടെ നിന്ന് പോകും. ഇതാണ് ആ ഷെയ്ഡ്, ചെറിയൊരു പീച്ചി ഷെയ്ഡാണ്. നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണൊക്കെ നല്ലൊരു ഷെയ്ഡാണ്. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ പോലും മാച്ച് ചെയ്യുന്നുണ്ട് ആ ഒരു ഷെയ്ഡ്, കാരണം ഒരു മ്യൂട്ടഡ് പിങ്ക് പീച്ച് ഷെയ്ഡാണിത്. ഇതാണ് റോസ് റിച്വൽ. കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലൈറ്റ് ആകും. ഒത്തിരി ഭയങ്കര പിഗ്മെൻറ്റഡ് അല്ല, എന്നാലും അത്യാവശ്യം പിഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബ്ലഷിൻ്റെ വന്ന് ഒത്തിരി ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഡാർക്കർ ഷെയ്ഡ്സ് ഉണ്ട്, കുറച്ച് ഡീപ്പർ ഷെയ്ഡ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് നല്ല ഭംഗിയായിരിക്കും ഇടാൻ. ഞാൻ കടയിലുണ്ടായിരുന്ന കുറച്ച് ഷെയ്ഡ്സേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള നല്ലൊരു ഷെയ്ഡാണ് ഞാൻ എടുത്തത്, റോസ് റിച്വൽ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബ്ലഷാണ്. കുറച്ച് അഫോർഡബിൾ ആണ്, ഒത്തിരി എക്സ്പെൻസീവ് ഒന്നുമല്ല. പുറത്തൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇന്ത്യയിലേക്കാളും ഒത്തിരി വില കുറവാണ് അവിടെ. അപ്പം നെക്സ്റ്റ് വന്ന് ബ്രോൺസറാണ്. ഇതും ഷീഗ്ലാമിൻ്റെ തന്നെ ബ്രോൺസർ. ഇതിൻ്റെ പാക്കേജിങ് നല്ല ഭംഗിയല്ലേ, ഒരു ന്യൂഡ് ബ്രൗൺ. മറ്റേ ന്യൂഡ് പിങ്ക് ആയിരുന്നു, ഇത് ന്യൂഡ് ബ്രൗൺ പാക്കേജാണ്. അപ്പോൾ ഇത് ഞാൻ മേടിച്ച കളർ എന്ന് വെച്ചാൽ വോം ഹണി എന്നാണ് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ലിക്വിഡ് ബ്രോൺസറാണല്ലോ, അപ്പം ലിക്വിഡ് കോണ്ടോർ എന്ന് പറയും. അപ്പം ഞാൻ യൂഷ്വലി എൻ്റെ മുഖത്തിനനുസരിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ യൂഷ്വലി ഇടുന്നത് സൈഡ്, എൻ്റെ ഫേസ് വെച്ചാൽ ഇവിടെ കുറച്ചൊരു വിഡ്ത്തുണ്ട്, ഇവിടെ കുറച്ച് വിഡ്ത്ത് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പം ഞാൻ ഈ ഒരു സൈഡിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ എല്ലാം അങ്ങനെ ഈ ഒരു സൈഡിലും, പിന്നെ ഈ താഴത്ത് നമ്മൾ ജോ കുറച്ചൊന്ന് ആവാനായിട്ടും മൂക്കിൻ്റെ 2 സൈഡിലായിട്ടും വര പോലെ. അപ്പം ഞാൻ ക്യാമറ നോക്കിയിട്ടുകൊണ്ട് കറക്റ്റായെന്ന് അറിയിച്ചിട്ട് നോക്കട്ടെ. കുഴപ്പമില്ല. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതും ഒരു ബ്രഷ് വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. ഇത് മാൾസിൻ്റെ F03 എന്നുള്ളൊരു ബ്രഷാണ്, അവരുടെ അതിനായിട്ടുള്ള. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടപ്പോൾ കുറച്ചുകൂടെ കോൺടോർഡ് ആയിട്ട് തോന്നിയില്ലേ ഫേസ്. ഷെയ്ഡ് കുറച്ച് വാം സ്കിൻ ടോണിന്, കുറച്ചൊരു വാം സ്കിൻ ടോണൊക്കെ നല്ലതാണ്. അപ്പോൾ മൂക്കിൽ ഞാൻ അത് ചെയ്താൽ ശരിയാകത്തില്ല. കൈ വെച്ച് തന്നെ സൈഡിലോട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പം അതൊരു ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത്, അപ്പോൾ ചെറിയ മുഖത്തൊരു ബ്രോൺസ് എഫക്റ്റ് ഇല്ലേ, ചെറുതായിട്ടൊരു ടാൻഡ് ആയിട്ടുള്ളൊരു ബ്രോൺസ് എഫക്റ്റ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു എഫക്റ്റ് വരുന്നത്. ഒത്തിരി ഇങ്ങനെ
പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതിന് പകരം കുറച്ചൊരു കോൺടേർഡ് ആയിട്ട് തോന്നും നമ്മുടെ മുഖം. അപ്പോൾ അതാണ് ബ്രോൺസറിൻ്റെ ഗുണം എന്ന് പറയുമ്പം. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഒരു പാലറ്റാണ് ബ്രോൺസറിൻ്റെ. അപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രീം ബ്ലഷ് ഉപയോഗിച്ചതിന് ശേഷം ഒരു പൗഡർ ബ്രോൺസർ ഇട്ട് ഞാൻ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കൊരു ക്രീം കഴിഞ്ഞ് പൗഡർ ചെയ്യുമ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആവും, സെറ്റായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ബ്രോൺസർ പൗഡർ ഞാൻ കുറച്ചൊന്ന് മുഖത്തൊക്കെ ഒന്ന് ഇടും, കാരണം നല്ലൊരു വോംത്ത് നൽകും മുഖത്തിന്. മുഖം കുറച്ചൊരു ഡിഫൈൻഡ് ആയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് ഈ ബ്രോൺസറും ഭയങ്കര ഇഷ്ടമാണ്, പൗഡർ ബ്രോൺസറും ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്രീം കോണ്ടർ ഉപയോഗിക്കാതെ തന്നെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതും വന്ന് ഇങ്ങനത്തെ ഒരു പാക്കേജിങ് ആണ്. ഇങ്ങനെ നല്ല ഭംഗിയില്ലേ, ഇങ്ങനെ ഡോട്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ. അപ്പോൾ ഇത് വന്ന് വോം ഹണി. ഇപ്പം ഇവരുടെ തന്നെ കുറച്ചൊരു കൂൾ ടോൺഡ് ആയിട്ടുള്ളൊരു കളേഴ്സും ഉണ്ട്, കുറച്ച് ഡീപ്പർ കളേഴ്സും ഉണ്ട്. അപ്പോൾ അതിനേക്കാളും കുറച്ച് ഡീപ്പർ ആയിട്ടുള്ളവർക്ക് ഇതിനേക്കാളും ഡാർക്ക് ഷെയ്ഡ്സ് വേണ്ടി വരും. അപ്പം അത് നോക്കിയിട്ട് മേടിച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നവരെ നിങ്ങൾക്ക് എന്തെങ്കിലും റിവ്യൂ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം കമൻറ്റിനകത്ത്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുന്നത് ബൈ.